ുള്ളത് അങ്ങനെ ഒരു വമ്പൻ ജലയുദ്ധം തന്നെയാണ് 1952 ആരംഭിച്ച് 69ാമത്തെ ജലോത്സവത്തിലേക്ക് എത്തുമ്പോൾ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് ദേവസ്, രണ്ടാം ട്രാക്കിൽ നടുഭാഗം, മൂന്നാം ട്രാക്കിൽ സെന്റ് ജോർജ്, നാലാം ട്രാക്കിൽ ചമ്പക്കുളം. വലിയ ആവേശത്തോടു കൂടിയാണ് കയറി വരുന്നത്. ഇതാ നാലാം ട്രാക്കില് കടന്നു വരുന്ന ചമ്പക്കുളവും ഒന്നാം ട്രാക്കിലൂടെ വരുന്ന ദേവസ്സും ഒപ്പത്തിനൊപ്പം കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നാലാം ട്രാക്കിലൂടെയുള്ള ചമ്പക്കുളം ഒപ്പം നടുഭാഗവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 4 വമ്പന്മാരാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത് ഈ ജലയുദ്ധത്തില്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ തീ പാറുന്നു എന്ന് പറയുന്നത്. ഇവിടെ കായലിൽ തീ പിടിച്ചിരിക്കുകയാണ്. എന്നും ജലോത്സവത്തിൻ്റെ നടുനായകത്വം വഹിക്കുന്ന നടുഭാഗം തന്നെയാണ് ഇതാ കയറി വരുന്നത്. അവൻ തന്നെയാണ് CBL ഇതിൽ പ്രധാനിയായി മാറിയവനാണ് നടുഭാഗമുണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് കരക്കാർ ഭയന്ന് നിൽക്കുന്നത് പോലും കാണാൻ കഴിയുന്നതാണ്. നടുഭാഗക്കാർക്ക് UBC കൈനകരിയുടെ നടുഭാഗം കയറി വരുന്നത് വലിയ ആവേശത്തോടു കൂടിയാണ്. ഇരു കരകളിൽ നിന്നും നടുഭാഗത്തിന് ആവേശം പകർന്നു കൊടുക്കാനായി കരക്കാരും മറ്റ് ദേശക്കാരും അണിനിരന്നിട്ടുണ്ടെന്നുള്ളതാണ്. നടുഭാഗവും ചമ്പക്കുളവും സെന്റ് ജോർജും ദേവസ്സും ഇവർ തന്നെയാണ് വമ്പന്മാർ. ഇവർ 4 പേരും കൂടി കളത്തിലിറങ്ങുമ്പോൾ പുന്നമടക്കായലിൽ തീ പാറുകയാണ്. എത്ര കോരിച്ചരിയുന്ന മഴയുണ്ടായിട്ട് പോലും ആ മഴയ്ക്കും ഈ തീയെ അണയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. 1000 പത്തി വിടർത്തി വരുന്ന ഭണമുയർത്തി വരുന്ന നാഗങ്ങളെപ്പോലുള്ള വരവാണ് കാണുന്നത്. ഇതാ നടുഭാഗം ഒപ്പത്തിനൊപ്പം കയറി വരികയാണ്. നടുഭാഗവും ഒപ്പത്തിനൊപ്പമാണ് കയറി വരുന്നത്. 4 ദേവസ്വം, നടുഭാഗവും സെന്റ് ജോർജും ചമ്പക്കുളവും തമ്മിൽ മത്സരിക്കുമ്പോൾ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് നടുഭാഗം കയറി വരുന്നത്. വലിയൊരു മത്സരം തന്നെയാണ്. UBC കൈനകരിയുടെ നടുഭാഗമാണ്. ഒപ്പം ദേവസ്വം കയറി വരുന്നുണ്ട്. നടുഭാഗമാണ് കയറി വരുന്നത്. നടുഭാഗം UBC കൈനകരിയുടെ നടുഭാഗം കുതിച്ചു പായുകയാണ്. മാസ്റ്ററിലും കഴിഞ്ഞിട്ട് ആറ്റിൽ ഒലിച്ചെത്തും ആമ്പൽപ്പൂ പോലെ പോയവൻ ചീറിപ്പാഞ്ഞു വരികയാണ്. വെള്ളവും ആകാശവും മാത്രമാണ് ചുണ്ടൻ വള്ളത്തിൻ്റെ അതിരുകൾ. നടുഭാഗത്തിന് വേണ്ടി ഇരു കരകളിൽ നിന്നും ആവേശത്തോടുകൂടി വിളിച്ചു പറയുകയാണ് പ്രേക്ഷകർ. കേറി വാടാ മക്കളെ എന്ന് അത്യുച്ചത്തിലാണ് വിളിക്കുന്നത്. ചമ്പക്കുളവും നടുഭാഗവുമായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ മത്സരം. 2 വമ്പന്മാർ നടുഭാഗവും ദേവസ്വം ചമ്പക്കുളവുമാണ് കയറി വരുന്നത്. ഇവിടെയാണ് മത്സരം. ഈ 69ാം ജലോത്സവത്തിലെ 2ാം പാദ മത്സരമാണ് വമ്പൻ മത്സരമായി തീർന്നത്. നടുഭാഗവും ചമ്പക്കുളവും ആരാണ്? ചമ്പക്കുളമാണോ നടുഭാഗമാണോ എന്നറിയാനായിട്ടുള്ള വീണ്ടും ദേവസ്വം നടുഭാഗവും കൂടി മത്സരിക്കുകയാണ്. ചമ്പക്കുളവും നടുഭാഗമാണോ ചമ്പക്കുളമാണോ? ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ്. ഇവിടെയാണ് മത്സരം. ഇതാണ് പുന്നമടക്കായലിൽ തീ പാറുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഭണം വിടർത്തി ആടിക്കൊണ്ടുള്ള ഒരു വരവാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നടുഭാഗത്തിന്റെ നടുഭാഗം കയറുന്നു. നടുഭാഗമാണ്. ഒപ്പത്തിന് ചമ്പക്കുളവും പിന്നിലാകുന്നില്ല. നടുഭാഗം തന്നെയാണ് കയറി വരുന്നത്. നടുഭാഗം ഫിനിഷിംഗ് പോയിന്റ് കടന്നിരിക്കുകയാണ്. ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നടുഭാഗവും ചമ്പക്കുളവും തമ്മിലാണ് വലിയ ഒരു മത്സരമാണ്. വമ്പന്മാർ 4 പേർ ഇറങ്ങിയപ്പോൾ ഈ ജലോത്സവത്തിൽ നമ്മൾ കാണുന്നത്. 2ാം പാദ മത്സരത്തിൽ നടുഭാഗം തന്നെ നടുനായകത്വം വഹിച്ചുകൊണ്ട് 2ാം പാദ മത്സരത്തില് വിജയിയായി തീർന്നിരിക്കുന്ന നടുഭാഗവും ചമ്പക്കുളം 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്ത് ദേവസ്വം 4ാം സ്ഥാനത്ത് സെന്റ് ജോർജും. ഇതായിരുന്നു മത്സരം. 69ാം